റോയുടെ ചില ഷോട്ടുകൾ കാണുമ്പോൾ വാവൊളിച്ചു പോകും. ഇതാണ് അവസ്ഥ. ഒരു സംശയവുമില്ല. ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. കളിക്ക് ശേഷം ഇന്നലെ മുംബൈ ഇന്ത്യൻസിൻ്റെ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ പറഞ്ഞ വാക്കുകളാണ്: വെനെവർ ഐ സീ റോ പ്ലേ സം ഷോട്ട്സ് ഇറ്റ് ഓപ്പൺസ് എവറി വൺസ് മൗത്ത്. നത്തിങ് ഷോർട്ട് ഓഫ് എക്സലൻറ്റ്, നത്തിങ് ഷോർട്ട് ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അക്ഷരം പ്രതി ശരിയല്ലേ? ചില ഷോട്ടുകളൊക്കെ കണ്ടപ്പോൾ അറിയാതെ വാ പൊളിച്ചു പോയി അത്ഭുതത്തോടു കൂടി. വാവ് എന്ന് പറയാത്ത എത്ര പേരുണ്ട്? ഈ പ്രായത്തിലും അദ്ദേഹത്തിൻ്റെ മികവിന് ഒട്ടും കുറവില്ല എന്നൊരിക്കൽ കൂടി രോഹിത് ശർമ്മ തെളിയിച്ച ഒരു ഇന്നിങ്സാണ് ഇന്നലെ നമ്മൾ KKRനെതിരെ വാങ്കഡയിൽ കണ്ടത്. ചിലരൊക്കെ പറയുന്നത് രോഹിത് ശർമ്മ ഘടികാരത്തിൻ്റെ സൂചികൾ പുറകോട്ട് ചലിപ്പിച്ചു എന്ന് പറഞ്ഞാൽ യെസ്, കാലം പുറകോട്ട് പോയി. വിൻറ്റേജ് രോഹിത് ശർമ്മയാണ് നമ്മൾ ഇന്നലെ കണ്ടത് എന്ന്. ശരിക്കും അത്രത്തോളം ആധികാരികമായിട്ട്, അത്രത്തോളം ബൗളർമാർക്ക് മേൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടുള്ള ഒരു പ്രകടനമാണ് അദ്ദേഹത്തിൽ നിന്ന് വന്നത്. 6 ഫോറും 6 സിക്സറും അങ്ങനെ തന്നെ വന്നില്ലേ 60 റൺസ്. ശരിക്കും പറഞ്ഞാൽ KKRന് എന്തെങ്കിലും പ്രതീക്ഷ അവർ 220 റൺസ് അടിച്ച ഘട്ടത്തിലുണ്ടായിരുന്നെങ്കിൽ റോയും റിക്കിൾട്ടനും ചേർന്നുള്ള കിടിലൻ ഓപ്പണിംഗ് കൂട്ടുകെട്ടോടെ തന്നെ ആ പ്രതീക്ഷ അങ്ങ് തീരുമാനമായി കഴിഞ്ഞിരുന്നു. രോഹിത് ശർമ്മ ഇന്നലെ അടിച്ചുകൂട്ടിയതൊന്ന് നോക്കണം. 205.26 സ്ട്രൈക്ക് റേറ്റിലാണ്. 61 മിനിറ്റ് ക്രീസിൽ സ്പെൻഡ് ചെയ്തിട്ട് 38 പന്തുകളിൽ 6 ഫോറും 6 സിക്സും അടക്കം 78 റൺസാണ് അടിച്ചത്. അദ്ദേഹത്തിൻ്റെ ആ മാസ്മരിക ഇന്നിങ്സ് അവസാനിപ്പിക്കാൻ അതുപോലൊരു സ്റ്റണ്ണിങ് ക്യാച്ച് വേണ്ടി വന്നു. അനുകൂൽ റോയ് പുറകോട്ടോടിയെടുത്ത ആ മാസ്മരിക ക്യാച്ചിലാണ് ഒടുവിൽ അദ്ദേഹം പുറത്തായത്. അല്ലെങ്കിൽ നമുക്കൊരു സെഞ്ചുറി കൂടി കാണാൻ കഴിഞ്ഞേനെ. എനിക്കുറപ്പുണ്ട് അതിന് സാധിച്ചേനെ. എന്തായാലും രോഹിത് ശർമ്മ ഓൺ ഫയർ. ഇത്തവണ MI പൊളിച്ചെടുക്കും.